നിങ്ങളൊരു ഫ്രഷറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ എങ്ങനെ എൻ്റെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യും, ഏത് ഫോർമാറ്റ് ഞാൻ ഫോളോ ചെയ്യും, അങ്ങനെ ഒരു കൺസേണിലിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോസ് ഫോർ യു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ റെസ്യൂമയുടെ ടോപ്പ് പോർഷനിലായിരിക്കണം നമ്മുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ ആഡ് ചെയ്യേണ്ടത്. ആൻഡ് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അത് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫോൺ നമ്പർ ആഡ് ചെയ്യണം, ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യണം, പിന്നെ നമ്മുടെ ലൊക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു ടെക്നിക്കൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ഗിറ്റ് ഹബ് പ്രൊഫൈലിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണം. നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലിങ്കും ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ വരുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫസ്റ്റ് വരുന്ന സെക്ഷനാണ് പ്രൊഫഷണൽ സമ്മറി. നമ്മൾ എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഏകദേശം ഒരു 3 to 4 സെൻറ്റൻസിൽ മാത്രം നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് താഴെ വരുന്ന സെക്കൻഡ് സെക്ഷനാണ് കീ സ്കിൽസ്. അതിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽസും ആഡ് ചെയ്യാം, സോഫ്റ്റ് സ്കിൽസും ആഡ് ചെയ്യാം. ഐ വുഡ് സേ ടെക്നിക്കൽ സ്കിൽസിന് കൂടുതൽ അല്ലെങ്കിൽ ഹാർഡ് സ്കിൽസിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 70% ഹാർഡ് സ്കിൽസും ഒരു 30% സോഫ്റ്റ് സ്കിൽസും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ വർക്ക് എക്സ്പീരിയൻസ് സെഷനാണ്. നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ ആഡ് ചെയ്യാം. ഇൻ കേസ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എഡ്യൂക്കേഷൻ സെഷനിലേക്ക് നിങ്ങൾ പോകാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ ഓർഗനൈസേഷന് പേര് എഴുതണം. പിന്നെ നിങ്ങൾ എത്ര ഡ്യൂറേഷൻ അവിടെ വർക്ക് ചെയ്തു, പിന്നെ നിങ്ങൾ എന്താണ് ആ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ നിന്ന് പഠിച്ചത്, ഇതൊക്കെയാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ വേണം എല്ലാ പോയിൻറ്റ്സും ആഡ് ചെയ്യാൻ. അതുപോലെ മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ നാലാമത്തെ സെക്ഷൻ വരുന്നതാണ് എഡ്യൂക്കേഷൻ. നിങ്ങൾ ഏത് ഡിഗ്രിയാണ് എടുത്തത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്, ആൻഡ് നിങ്ങളുടെ ഇയർ ഓഫ് കംപ്ലീഷൻ, അതായത് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഇയർ ടു എൻഡിങ് ഇയർ ആണ് അവിടെ എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ സ്കോർ CGPA അവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോജക്ട്സ്. അതായത് നിങ്ങൾക്ക് ഹൈ സ്കോറർ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത പ്രോജക്ട്സ്, അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ഈ സെഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന സെഷനാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അവിടെ നമ്മുടെ ഔട്ട് ഓഫ് ദി ബോക്സ് സ്കിൽസ് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏതെങ്കിലും ക്ലബ്ബ്, നിങ്ങളുടെ ലീഡർഷിപ്പ് എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇതാണ് ഒരു ബേസിക് റെസ്യൂമെ ഫോർമാറ്റിൽ വരേണ്ടത്. പിന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട്. അതായത് ഭയങ്കര കളർഫുൾ ഡിസൈൻസോ ഫാൻസി ടേബിൾസോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഫോണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ലെറ്റേഴ്സ്, ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഏത്